ഇതെന്ത് ഇവിടെ പള്ളിക്കാരെ സൂക്ഷിക്കൂലേ എന്ന് പറയാൻ പാടില്ല, ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സഹോദരൻ ആ രാത്രിയിൽ ഇബാദത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി പള്ളിയുടെ നടയിൽ കിടന്ന് വാഹനാപകടത്തിൽ പിടഞ്ഞു മരിച്ചു. ആ സഹോദരനാണ് പിറ്റന്ന് ഈ സന്തൂക്കൽ കയറി പള്ളിക്കാടിലേക്ക് വന്നത്. ആ സഹോദരന്റെ മയ്യത്തായിരുന്നു വന്നത്. എത്ര അനുഭവം അങ്ങനെ ഉണ്ടെന്നറിയോ? എത്ര അനുഭവം. പാലോട് മുസ്ലിം ജമാഅത്ത് 6 കൊല്ലത്തോളം ഞാൻ ജോലി നോക്കിയ മഹല്ല്. അവിടെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, പെരുന്നാളിന്റെ സമയത്ത് റമളാൻ 1 ചെറിയ പെരുന്നാളിന് ഞാൻ ഈ പള്ളിയിൽ നിന്ന് പിരിയുമെന്ന് പറഞ്ഞപ്പോ റമളാനിന്റെ ഓരോ നോമ്പ് കഴിയുമ്പോഴും ഉസ്താദേ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെരുന്നാളിന്റെ അന്ന് വന്ന് പൊട്ടിക്കരഞ്ഞ ആ പ്രിയപ്പെട്ട പിതാവ് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന സഹോദരൻ. ആ സഹോദരൻ പള്ളിയിൽ അവിടെ നേരത്തെ കബർ വെട്ടുന്ന പതിവുണ്ട്. നേരത്തെ കബർ വെട്ടിയിട്ടപ്പോ ഞാനും ഈ ആദരണീയനായ പ്രസിഡന്റ് അവറുകളും അവിടെയുള്ളപ്പോ നമ്മൾ നിൽക്കുന്ന സമയത്താ ചോദിച്ചത്, ഈ കബറിന് ആഴമൽപ്പം കുറഞ്ഞു പോയില്ലേ, ഈ കബറിന് ആഴമൽപ്പം കുറഞ്ഞു പോയില്ലേ എന്ന് ചോദിച്ച സഹോദരനായിരുന്നു ആ കബറിലേക്ക് വിധിക്കപ്പെട്ടത്. ആ സഹോദരന് നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നി. രാത്രിയിൽ വെറുതെ ഒന്ന് മൂത്രമൊഴിക്കാനെന്ന പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയിട്ട് പിന്നെ ആ സഹോദരൻ തിരിച്ചാ വീട്ടിനകത്ത് കയറിയില്ല. പുറത്ത് നെഞ്ചുവേദന വന്നു, അറ്റാക്ക് വന്നു, ഇറയത്തേക്ക് മറഞ്ഞു വീണ സഹോദരൻ. മക്കളോടി വന്നു, 2 മക്കള്, 3 മക്കള്, ഒരു പെണ്ണും 2 ഓടി വന്ന് വാപ്പാന്ന് വിളിച്ചു. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുക, ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞു പോകും. ഒരാളും ചിന്തിക്കണ്ട ഇൻഷാ അടുത്ത 1 മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കാനും തീരുമാനിക്കാനും ഈ പാവപ്പെട്ട നമുക്ക് അർഹതയും അവകാശവും ഇല്ല. അങ്ങനെ തീരുമാനിച്ചിരുന്നവർ എത്രയോ പേര് പോയി. അങ്ങനെ വിചാരിച്ചിരുന്ന എത്രയോ പേര് പല സ്ഥലങ്ങളിലായി പോയി. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, റസൂല് പറഞ്ഞു, ഷഹീദിന്റെ കൂലി നിനക്ക് തരാം, പ്രഭാതവും പ്രദോഷവും ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് വരട്ടെ. നിറകണ്ണുകളോട് നിന്റെ പ്രിയപ്പെട്ട ശിക്ഷകണങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹ്ലദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബ, ആ ഖബറിന്റെ അകത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സഹാബ, ആ ഖബറിന്റെ അകത്ത് കരകയറാ വല്ലാതെ കൊതിച്ചു പോകുന്ന സഹാബ, ആ ഖബറിന്റെ ഭയാനകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാ ആഗ്രഹിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹാബ, നമ്മൾ ചിന്തിക്കണം, അത് വല്ലാത്ത ഒരു രംഗമാണ്. ആ ഖബറിന്റെ ഭയാനകത എന്ന സഹോദരിമാർക്ക് പേടിയില്ല. ആദ്യം അവർ പേടിച്ചിരുന്നു. കാരണം എന്താ, ഒരു കാസറ്റ് ഇറങ്ങി, നരകം, ഖബർ, റൂഹ് എന്നൊക്കെയാണ് ആ കാസറ്റിന്റെ പേര്. അതിനകത്ത് അസറായിന് റൂഹ് പിടിക്കാൻ പറഞ്ഞതൊക്കെ ഉണ്ട്. സഹോദരിമാര് കണ്ടിട്ടോ, അല്ലാഹുവേ ഇതാണോ? ആദ്യം ഭയങ്കര പേടിയായിരുന്നു. 2, 3, 4, 5 പ്രാവശ്യം അതിട്ട് കണ്ട് പിന്നെ അസറായിന് തീരെ പേടിയില്ല. ഇപ്പൊ അസറായിൽ എന്ന് പറഞ്ഞ അതെന്ന് നമ്മൾ കാണുന്നതന്നെ, വേറെ ഗ്യാസറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം. നരകം ഇറങ്ങിയില്ല ഉസ്താദ് എന്ന് ചോദിച്ചു. കബറ് നമ്മൾ കണ്ടു, ആ കബറിനകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തൊരു ഭയപ്പാടാ, അത്രേ ഉള്ളൂ. ആദ്യം അങ്ങനെയല്ലായിരുന്നു. ഖബറിനെ കുറിച്ച് അറിയുമ്പോ പേടി കൂടെ ചെയ്യാനുണ്ട്. ഇതങ്ങനല്ല. ഇന്ന് കല്യാണത്തിന് പള്ളി ഓഡിറ്റോറിയത്തിൽ പോയാൽ മക്കളെ മുള്ളിക്കുന്നത് ഖബറിന്റെ വണ്ടിയിലാണ്. ഭയപ്പാട് മാറി, ഭയപ്പാട് നീങ്ങി. അത് പാടില്ല. ഖബറിനെ കുറിച്ച് അറിയും തോറും ഭയം ഇങ്ങനെ കൂടി അല്ലാതെ മനസ്സിങ്ങനെ നിറഞ്ഞു വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹ്ലദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഖബറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുന്നു. സഹാബികൾ പറഞ്ഞു, ഒരു 4 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അരക്കിട്ടുറപ്പിച്ചാൽ ആ ഖബറിൽ നിങ്ങൾക്ക് കരകയറാൻ പറ്റും. 4 കാര്യം മരണത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ നിങ്ങൾക്ക് പരിപൂർണമായ വിജയം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമതായി ബഹുമാനപ്പെട്ട സഹ്ലദ് റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞതെന്നറിയുമോ? വയറിനെ സൂക്ഷിക്കുക എന്നാണ്. വയറിനെ സൂക്ഷിക്കുക. എങ്ങനെയാണ് വയറിനെ സൂക്ഷിക്കാൻ കഴിയുക? ഹറാമിയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല. അനാവശ്യം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല. നമ്മൾ കഴിക്കുന്നത് മുഴുവനും ബറക്കത്തുള്ളതായിരിക്കണം. നമ്മൾ ഓരോരുത്തരും താല്പര്യപൂർവ്വം കഴിക്കുന്ന നമ്മുടെ ഭക്ഷണങ്ങൾ അനുഗ്രഹത്തിന്റെ ഭക്ഷണങ്ങളായിരിക്കണം. അതിനു വേണ്ടിയിട്ട്
ആ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം അനുവദനീയമായ ഖൈറാന ഭക്ഷണമാകാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സൂറത്തിൽ വാക്കിയ നിരന്തരം ഒരു വീട്ടിൽ പാരായണം ചെയ്യുന്ന ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, അവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം സഹോദരിമാരെ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഹൈന്ദവ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന പരാതി വേണ്ട. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഈശ്വരന്റെ ഐശ്വര്യമുണ്ടാകാൻ നിങ്ങളുടെ വേദഗ്രന്ഥം പറയുന്നുണ്ട്. ഒരു കുടുംബിനിയാരെ പെണ്ണ് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച്, ഒരു കുടുംബിനിയാരെ പെണ്ണ് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് എന്താണെന്നറിയോ? എല്ലാ ദിവസവും 108 പ്രാവശ്യം ഓം നമഃ ശിവായ 108 പ്രാവശ്യം പറയണ്ട ഒരു കുടുംബിനിയായ പെണ്ണ്. ഹൈന്ദവ സഹോദരിമാർക്കായി പറയണേ, അവരാരെങ്കിലും നാളെ നിങ്ങൾ പോയിട്ട് രാവിലെ ഓ നമഃ ശിവായ പറയല്ലോ. ഇത് ഹൈന്ദവർക്ക് വേണ്ടി പറഞ്ഞത്, അവരുടെ വേദം പഠിപ്പിക്കാം. ഇത് 108 പ്രാവശ്യം പറഞ്ഞിട്ട് ശിവനെ സംബന്ധിച്ച് പറയുന്ന ഒരു ശ്ലോകം അതിന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരിമാർ ചൊല്ലിയാൽ അവരുടെ വേദം പറയുന്നു അവരുടെ കുടുംബത്തിന് നല്ലതാണ്. എന്താ? ഓം നമഃ ശിവായ 108 പ്രാവശ്യം പറഞ്ഞ് തീർന്ന ഉടനെ ഒരു ഹൈന്ദവ സഹോദരി പ്രാർത്ഥിക്കാനുള്ള എന്താ? 2 കൈയും ഇങ്ങനെ കൂട്ടിവെച്ചുകൊണ്ട് ശിവം ശിവകരം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രേണതാരം പ്രേണതോസ്മി സദാശിവം, ഇങ്ങനെ ഒരു പെണ്ണ് പ്രാർത്ഥിക്കണമെന്ന്. ശിവം ശിവകരം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിത സദാശിവം, ഇങ്ങനെ ഒരു ഹൈന്ദവ സഹോദരി പ്രാർത്ഥിക്കണമെന്നാണ്. ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുന്ന അവരുടെ വേദം പറയാം. വേദങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈബ്രറിയിൽ നമ്മൾ മുസ്ലിം സഹോദരങ്ങൾ കിതാബുകൾ ശരിക്കും അടുക്കി വെച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട്. പാരായണം ചെയ്യാൻ നമുക്ക് നേരമില്ല, അതൊന്ന് വായിച്ചു നോക്കാൻ നേരമില്ല. നമ്മുടെ വയറ് സൂക്ഷിച്ചാൽ, ഉദരം സൂക്ഷിച്ചാൽ ഖബറിന്റെ അകത്ത് രക്ഷ കിട്ടുമെന്ന് സഹൽ റളിയല്ലാഹു അൻഹു പറയും. രണ്ടാമതെന്റെ പ്രിയമുള്ളവരെ, ഒന്ന് വയറിനെ സൂക്ഷിക്കുക. ഹറാമിയത്ത് കഴിക്കാൻ പാടില്ല, പലിശ കൊടുക്കാൻ പാടില്ല, ലഹരി ഉപയോഗം പാടില്ല. ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ലഹരി ഉപയോഗിച്ചാൽ ആ വേറെ മോശമാണ് അല്ലേ? പിന്നെ ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും മസാല പറഞ്ഞ് ലഹരി അവര് ഹൈറായ ഒരു സോലിഹായ പ്രവർത്തനമാക്കി മാറ്റി. മുമ്പൊരു സാറുണ്ടായിരുന്നു സ്കൂളിൽ, ഭയങ്കര കഴിവ് നിപുണനായ സാറെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. ആ സാറ് ഭയങ്കര ശാസ്ത്രജ്ഞനായിട്ടാണ് നടക്കുക. അയാള് ക്ലാസ്സിനകത്തേക്ക് വരുന്നതിന് മുമ്പ് വന്ന് കയറുന്ന കുട്ടികൾ പറയും എന്ന് പറഞ്ഞ് കളിയാക്കി ഇങ്ങനെ ഊറിച്ചിരിക്കാറുണ്ട്. ഇദ്ദേഹം അറബ് സാറാ, പാലോട് പ്രസിഡന്റ് ജമാഅത്ത് പ്രസിഡന്റ്. മുരുക്കുമ്പഴ സ്കൂളിലാണ് പഠിപ്പിക്കണേ. കുട്ടികളുടെ ഇങ്ങനെ എന്താണെന്നറിയോ? കാട്ടറബി. എന്തുകൊണ്ടാ? ഒരു മയവും ഇല്ല. അടി എന്ന് പറഞ്ഞാൽ എവിടെ കേൾക്കാന്നറിയോ? എല്ലാരും എങ്ങനെ തന്നെ. മോനെയും പറഞ്ഞു വിട്ടില്ല, എവിടെയും കാണും. ആ പാവപ്പെട്ടു ബൈക്കിൽ കൊണ്ടുവന്ന പാതിരാത്രി, ഇല്ലെങ്കിൽ കൊന്നളെന്ന് കൊണ്ടുകൊണ്ട് മിക്കാറും. അപ്പോ കുട്ടികൾ വിളിക്കണ കാട്ടറബി. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, ഓരോ രീതിയുണ്ട്. അപ്പൊ ഈ സാറ് 2 ക്ലാസ് കൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് നമ്മൾ മദ്യപാനം പാടില്ല എന്നതിനെ കുറിച്ച് ഒരു ഉത്ബോധന ക്ലാസ് നടത്താൻ പോകാം. അപ്പൊ കൂട്ടുകാരെ പറഞ്ഞു കേട്ടോ. അപ്പോ 2 ഗ്ലാസ് എടുത്തു. ഒരു ഗ്ലാസിനകത്ത് കള്ള്, മറ്റേ ഗ്ലാസിനകത്ത് വെള്ളം. ജീവനുള്ള 2 ഈച്ചയെ കൊണ്ടുവന്നു. എന്നിട്ട് 2 ഗ്ലാസ്സിനകത്ത് അപ്പൊ കള്ളിലിട്ട ഈച്ച പെട്ടെന്ന് ചത്തുപോയി. വെള്ളത്തിനകത്തിട്ട് ഇങ്ങനെ കിടന്ന് നീന്തുക. എന്റെ സാർ ചോദിച്ചു, ഇതാണ് എന്റെ കണ്ടുപിടുത്തം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു കള്ളുകൂടിന്റെ നല്ല വാറ്റുകാര കച്ചവടക്കാരന്റെ മോൻ അതിനകത്തിരിപ്പുണ്ടാണ്. അവൻ എണീറ്റിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായത് കള്ളു കുടിച്ചാൽ വയറ്റിനകത്തുള്ള എല്ലാ കീടനാശിനികളും ചത്തുപോകും, ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ചെത്തി ജീവിക്കാം. ഇങ്ങനെ മക്കൾ മനസ്സിലാക്കണം. ആ മക്കളടുത്ത് കള്ള് ഹറാമാണെന്ന് പറഞ്ഞാൽ പല രീതിയിലെ മസാലയായിട്ട് മുമ്പിൽ വന്ന് വീഴും. അല്ലാഹു കാക്കട്ടെ. പക്ഷേ ഹറാമാണ് നിന്റെ ഉദരത്തിനകത്ത് ഹറാം വീണാൽ പടച്ചോനത് വല്ലാത്ത പരീക്ഷണമായി നിനക്ക് തരും. നിന്റെ ഖബറിൽ രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അനാഥ മക്കൾ കരുകതപ്പെട്ട സ്വത്ത് അവർക്ക് കൊടുക്കാതെ കഴിക്കല്, പാവപ്പെട്ടവർ കരുകതപ്പെട്ടത് കഴിക്കല്, മറ്റുള്ളവന്റെ വസ്തു വെട്ടിപ്പിടിക്കല്, അവർക്ക് കിട്ടാനുള്ള ആ റബ്ബർ തൂന്തിയെടുക്കല്, അവർക്ക് കിട്ടാനുള്ള തേങ്ങടക്കിയെടുക്കല്, അവർക്ക് കിട്ടാനുള്ള കൃഷിയിടങ്ങളെ വെട്ടിപ്പിടിക്കല്, ഒന്നിനും രക്ഷയില്ല. അത് മുഴുവനും നിങ്ങൾ എത്രത്തോളം ആസ്വദിച്ച് കഴിക്കുന്നുവോ അതിനേക്കാളും ഭയാനകരമായ രംഗം നിങ്ങളുടെ ഖബറിന്റെ അകത്തുണ്ടാകും. അല്ലാഹു കാക്കട്ടെ. വയറിനെ സൂക്ഷിക്കാന്ന് പറഞ്ഞ് 2 എന്തെന്നറിയുമോ? 2 സംസാരം സൂക്ഷിക്കുക.
നാവ് സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിക്കാത്തവർക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ, നല്ലത് ചിന്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ലാ തുക്സിറുൽ കലാം ബിഗൈരി ദിക്രില്ലാഹ് ഫഇന്ന കസറത്തുൽ കലാം തൂജിദു ഖസ്വത്തുൽ ഖൽബ്. നീ അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം നീ അധികരിപ്പിച്ചാൽ ഫഇന്ന കസറത്തുൽ കലാം തൂജിദു ഖസ്വത്തുൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ കാഠിന്യത ഉണ്ടാകുമത്രേ, ഹൃദയം കറുത്തു പോകുമത്രേ. അല്ലാഹുവിന്റെ ദിക്ർ നമ്മൾ ഒരുപാട് അധികരിപ്പിക്കണം. സഹോദരങ്ങൾ ചൊല്ലണം, അതുപോലെ സലാത്ത് ചൊല്ലണം, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മുഴുവനും ചെയ്യണം. അതൊക്കെ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റണമെങ്കിൽ പറയണം. ബുറുദ നാളെ ഇവിടെ സലാത്ത് നടക്കും. അനാഥ മന്ദിരത്തിന്റെ മക്കൾ വന്നിരുന്ന നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമീൻ പറയും. എന്തോ ഒരു റാഹത്താര മജ്‌ലിസ്. ഇന്നിവിടെ ഖുദൂർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമുദായത്തിന് സമ്മാനിച്ച മുത്തുനബിയുടെ പേരിലുള്ള സലാത്ത് ചൊല്ലി സമാപനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യും. ആ ദുആ നമ്മുടെ ഖബറിന്റെ നേട്ടമാക്കി അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ മനസ്സുകൊണ്ട് ദുആ സ്വീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ഈ മജ്‌ലിസിന്റെ പൊരുത്തവും ബറക്കത്തും അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലും നിലനിർത്തി തരുമാറാകട്ടെ. വരനെ സൂക്ഷിക്കുക, രണ്ട് നാവിനെ സൂക്ഷിക്കുക. മോശമായ സംസാരം എത്ര കല്യാണമാണ് നമ്മൾ മുടക്കി, എത്ര കുടുംബകലഹമാണ് നാം കാരണമായിട്ടുണ്ടായി. എന്തെല്ലാം വൈഷമ്യതകളായി സമൂഹം അനുഭവിച്ച് നമ്മുടെ നാവിന്റെ ദോഷം കൊണ്ട് മാത്രം നമ്മുടെ നാവ് കാരണമായി എന്തെല്ലാം പ്രയാസങ്ങൾ ആരെല്ലാം അനുഭവിച്ചു. മൂന്നാമത് സഹൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉറക്കമൊടിച്ച ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുമത്രേ. ഉറക്കമൊടിച്ച് ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ നമുക്ക് കഴിയണുണ്ടോ? ഉറക്കമൊഴിക്കാൻ കഴിയണുണ്ടോ? അല്ലാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ? എന്തിനെല്ലാം നമ്മൾ ഉറക്കമൊഴിക്കുന്നുണ്ട്? അതേ ചിന്ത നമുക്ക് അല്ലാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കാൻ വന്നാൽ എന്താ? ഇൻഷാ അല്ലാഹ് റമളാൻ വരികയാണ്. ആ റമളാൻ ശരീഫിന്റെ ഓരോ രാത്രിയും ഭക്ഷണം കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങാൻ ചിലവഴിക്കാറ്, കൂടുതൽ സമയം ഇബാദത്തിന് വേണ്ടി തറാവീഹ് കഴിഞ്ഞാലും സുന്നത്ത് നമസ്കാരം, അത് കഴിഞ്ഞാലും ഖുർആൻ ഓതല്, അത് കഴിഞ്ഞാലും സ്വലാത്ത് ചൊല്ലല്, അങ്ങനെ മധുരിക്കുന്ന ഓർമ്മകൾ റമളാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഒരുപാട് ഉറക്കമടിച്ചുകൊണ്ട് ഇബാദത്തുകൾ നാം ചെയ്യണം. ഇപ്പോ തന്നെ ഒരു 11 മണി കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സറക്കാൻ പാടില്ല, ആ മനസ്സ് വെറുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ മജ്‌ലിസിലല്ലേ, റഹ്മത്ത് കൊണ്ട് നിറയ്ക്കപ്പെട്ട മജ്‌ലിസിലല്ലേ. അൽഹംദുലില്ലാഹ് ശഅബാനിന്റെ സമാപന രാവുകൾ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഒന്ന് കടന്നു വരുമ്പോ അതിന്റെ വല്ലാത്ത ആവേശം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരട്ടെ. ആ ആവേശം കെട്ടടങ്ങാറ് പൊട്ടിക്കരഞ്ഞ് ഈ സദസ്സിൽ നിന്ന് ദുആ ചെയ്ത് പിരിയുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കട്ടെ. അതിലൂടെ പടച്ചോന്റെ പൊരുത്തം നേടാ നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പടച്ച തമ്പുരാന് ഉറക്കമൊഴിയുക. നാലാമത്തെ കാര്യം അല്ലാഹു എന്ന് പറഞ്ഞത്, അല്ലാഹുവിനെ കുറിച്ചോർത്ത് പരലോകത്തെ കുറിച്ചോർത്ത് കരയുന്ന ഒരു മനുഷ്യനുണ്ടോ? അവന്റെ ഖബറിൽ അവന് രക്ഷയാ, അവന്റെ ഖബറിൽ അവന് വിജയമാ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം, ലൈൻ പൊളിഞ്ഞു പോയിട്ട് കരയാൻ പാടില്ല. അല്ലേ? പാളയം പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഇരുന്ന് കരയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണ പയ്യനാ, നല്ല ബേഗൊക്കെ തൂക്കി. ഞാൻ നോക്കുമ്പോ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ കാരണം അല്ലാഹു നരകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരയായിരിക്കും. എന്തിനാ കരണമെന്ന് ഞാൻ ചോദിച്ചപ്പോ കേൾക്കാൻ വയ്യ, ചെവിയിൽ ഹെഡ്സെറ്റ് ഇരിക്കുകയാണ്. എടുത്ത് ഞാൻ അങ്ങോട്ട് എന്റെ ചെവി വെച്ച് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലിമലർ കിളി അഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്, എളിമയിലുള്ളൊരു മുഖമാണ്, ഇന്നൻ ഭാഗ്യവും അവളാണ്, എന്റെ മാണിമ്പപ്പൂവാണ്, എന്റെ ഭാഗ്യവും അവളാണ്. ഇതാ കേട്ടോണ്ടിരിക്കണേ. കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ ലൈൻ പൊളിഞ്ഞതിന്റെ വിഷമം പാളയംപള്ളിയുടെ ഫ്രണ്ടിലായി ഭയം കേൾക്കണേ. ഞാൻ വിചാരിച്ച് ഏതോ അത് കേട്ടിട്ട് വിഷമിച്ചിരുന്ന് കരയായിരിക്കുന്നു. അതുകൊണ്ടല്ല കരയണേ, നമ്മളുടെ കരച്ചിലൊക്കെ അതിനു വേണ്ടി മാറി നമ്മുടെ കണ്ണുനീരൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറിപ്പോയി കരയണം. ആർക്ക് വേണ്ടി കരയണം? ഭർത്താവ് മരിച്ചുപോയ സഹോദരി കരയണം. എന്തിനാ? സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. അല്ലാഹുവേ, ഇന്നലെ
പൾസറിന്റെ പുറകിലിരുത്തിയിട്ട് മോഹൻലാലിന്റെ മാടമ്പ് കൊണ്ടുപോയി കാണിച്ച എന്റെ മാരനാണ് അല്ലാ. നാളെ മുതൽ ആരാ എന്നെ പടത്തിന് കൊണ്ടുപോവുക? അല്ലാതെ നിന്റെ ഖബറിന്റെ അകത്ത് രക്ഷയോർത്ത് കരയുന്നതല്ല. നമ്മുടെ ഉമ്മ കരയാറുണ്ട്. എന്തിനാ കരയുന്നത്? പടച്ചവനെ, ഞാൻ എത്രയോ സുഖമില്ലാതെ കിടന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെനിക്കുകൊണ്ട് ധാരാളം സഹായം ചെയ്തു തന്നല്ലോ. ഇനി ആരാ എന്നെ സഹായിക്കാനുള്ളത്? ആ സഹായങ്ങൾ ഓർത്തുകൊണ്ടാ കരയുന്നത്. പക്ഷേ നമ്മുടെ ഖബറിന് വേണ്ടി കരയാ, നമ്മുടെ ഖബർ ഓർത്തുകൊണ്ട് നിശ്ചയിച്ചുകൊണ്ട് വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ജീവിതകാലത്ത് നമുക്ക് കഴിയട്ടെ. അതിന് നമുക്ക് കഴിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഞാനും നിങ്ങളും പൊറിഞ്ഞുകൊണ്ട് വെക്കേണ്ടുന്ന നമ്മുടെ ഖബർ, ആ ഖബറിന്റെ ഭയാനകതയെ കുറിച്ചോ ഈ കുരിയോട് പള്ളിയുടെ മജ്‌ലിസിൽ ഈ രാവിലെ നിങ്ങൾ ദുആ ചെയ്തോ? ഈ രാവിലെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞു. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. ആ ഖബറിന്റെ അകത്തേക്ക് പോയാൽ എത്രയോ കണ്ണുനീര് ആ ഖബറിനകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ? നമ്മൾ ജീവിതം മുഴുവനും മാറ്റിവെച്ചത് മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സമയം മുഴുവനും മാറ്റിവെച്ചത് മക്കൾക്ക് വേണ്ടിയാണ്. ആ പള്ളിക്കാടിൽ കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് നമ്മുടെ പൊന്നാര മക്കളതാ ആ പള്ളിയുടെ ഭാഗത്തിലൂടെ നമ്മുടെ ഖബറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുമ്പോ ഒരു ഉമ്മ പറയുന്നതെന്താ? ആ ഖബറിനകത്ത് കിടന്നുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. അല്ലാഹു, എന്റെ പൊന്നുമോനിതാ വരുന്ന റബ്ബേ, എന്റെ പൊന്നോമന കുട്ടിയിതാ നടന്നു വരുന്നു. എന്റെ ഖബറിന്റെ അകത്ത് അവൻ വന്നിട്ട് യാസീനോദമല്ലോ, എന്റെ ഖബറിന്റെ അടുത്ത് അവൻ വന്നിട്ട് സലാത്ത് ചെല്ലുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഖബറിന്റെ വേദന മാറാ, ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് കരകയറാ കൊതിയോടെ കാത്തിരിക്കുന്ന ഉമ്മ നടന്ന് 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 ഖബറിന്റെ ഭാഗത്തിലൂടെ പള്ളിയുടെ മൂത്രപ്പുരയിലേക്ക് നടന്നു പോകുമ്പോ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മ എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? മോനെ, നിന്റെ ഉമ്മയാനടാ, നീ മറന്നുപോയോ? എത്ര ദിവസമാണാ നിന്റെ ഉമ്മ നിന്നെ തോളത്ത് വെച്ചുകൊണ്ടിറക്കിയത് പൊന്നുമോനെ? എത്ര പാട്ടാ നിനക്ക് പാടിത്തന്നത്? എത്ര രാത്രിയാ ഹോസ്പിറ്റലിനകത്തേക്ക് നിന്നെയും വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മാറാ ഓടിയത് മോനെ? ഒരു രാത്രി എത്ര രാത്രിയാ നിനക്ക് വേണ്ടി ഉറക്കമിടുന്നത്? അതിന്റെ ഒരു ദിവസത്തിന്റെ നന്ദിയെന്നോണ് ഒരു സലാം പറയടാ. ഈ ഖബറിന്റെ അടുത്ത് വന്നിട്ട് മോനെ ഒരു യാസീനോദടാ, ഒരു ഫാത്തിഹോദടാ എന്നുമ്മമാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ആരുമില്ല ഉമ്മ. നമ്മുടെ ഖബറിന്റെ അകത്ത് നാം ചെയ്ത പ്രവർത്തനമല്ലാതെ, നമ്മുടെ സൽക്കർമ്മങ്ങളല്ലാതെ, നമ്മുടെ സുത്യർഹമായ പ്രവർത്തനമല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിൽ വരുന്ന സഹോദരങ്ങളിൽ നിന്ന് സമാപന ദിവസം വേദനയോടെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ മജ്‌ലിസിന്റെയും ദുആ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഒരു മാസം 3 ദിവസം വടക്കാഞ്ചേരി വരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിനീതൻ വാദനം ചെയ്തു. അവിടെ അൽഹംദുലില്ലാഹ് ഒരു വിശുദ്ധമായ മഖാം. 35 കൊല്ലം ഭക്ഷണം കഴിക്കാതെ 35 കൊല്ലം ഒരു തുള്ളി ജലപാനം പോലും കഴിക്കുന്നത് ആരും കണ്ടിട്ടില്ലാത്ത ഒരു മഹാനുഭാവൻ. ജനങ്ങളെ എല്ലാവരെയും അകറ്റി നിർത്തി മസ്താനായിട്ട് ജീവിച്ചു. ആരും അറിഞ്ഞില്ല മഹാനുഭാവന്റെ ബറക്കത്ത്. ആ പ്രിയപ്പെട്ട വല്യുപ്പാൻ ആ നാട്ടുകാർ വിളിക്കുന്ന ആ തങ്ങളവരുടെ 7ാമത് ആണ്ട് നേർച്ചക്ക് ഈ വിനീതൻ 3 ദിവസം പ്രവാസനത്തിൽ പോയി. എന്റെ പ്രിയമുള്ളവരെ, ആ പുണ്യമാര മഖാമിന്റെ സമാപന സമയം 3 ദിവസവും നല്ല അന്തരീക്ഷം. സമാപനം നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് പിരിയാൻ പോയ ധാരാളം മസ്താന്മാർ, ഉണ്ണി മസ്താൻ എന്ന് പറയുന്ന ഒരു മസ്താനടക്കം ഒരുപാട് ഔലിയാക്കന്മാർ നിറഞ്ഞിരുന്ന മജ്‌ലിസ്. ആ മജ്‌ലിസിന്റെ സമാപന സദസ്സിന്റെ ദുആക്ക് വേണ്ടി വിനീതൻ ദുആ തുടങ്ങിയ സമയത്ത് ഒരു മഴ അങ്ങോട്ട് പെയ്തു. ആ ദുആ തീരുന്ന സമയം വരെ
ഞാൻ എത്ര ശബ്ദമുയർത്തുമോ അതിനേക്കാൾ ശബ്ദത്തിൽ മഴ നിറഞ്ഞു. ആ സദസ്സിൽ അവസാനം ദുആ കഴിഞ്ഞപ്പോൾ മഴ തീർന്നു. ഇറങ്ങിയപ്പോൾ ആ മഹാനുഭാവന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യൻ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ മരണപ്പെട്ട് കിടക്കുന്ന ആള് ജീവിതത്തിൽ ഓരോ സമയവും മഴ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ശിഷ്യഗണങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, വെളിയിൽ മേഘം ഉണ്ടെന്ന് നോക്കിയിട്ട് വാ എന്ന് പറയും. മഴ വലിയ ഇഷ്ടമായിരുന്നു. ആ ദുആയുടെ സമയത്ത് മഴ പെയ്തു. ഞാൻ മനസ്സുകൊണ്ട് ആ സമയത്ത് ചിന്തിച്ചതെന്നറിയോ, എത്രയോ ചെറുതും വലുതുമായ മജ്‌ലിസിൽ എല്ലാ സദസ്സിന്റെയും സമാപന ദിവസം ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരിൽ നിന്ന് ഞാൻ സ്വതക്ക വാങ്ങിക്കാറുണ്ട്. എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യാം, സമാപന ദിവസം ദുആ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ട് രണ്ട് വിഭാഗത്തെ ഞാൻ തിരഞ്ഞെടുക്കാറുണ്ട്. ഞാൻ ചിന്തിച്ചു നോക്കി, ആ രണ്ട് വിഭാഗത്തിൽ ആ സമയം വരെ ഉൾപ്പെട്ടവർ ആരായിരുന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ഒരുപാട് പാവപ്പെട്ട, ഒരുപാട് ഉമ്മപെങ്ങന്മാർ. അൽഹംദുലില്ലാ, അവർക്കെല്ലാം ആ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ കഴിയും. ഇവിടെയും ഞാൻ നിറകണ്ടുകളോട് ചോദിക്കും, ഇന്നിവിടെ സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദുആക്ക് വേണ്ടിയാണ് ഈ വിനീതൻ 7 മണി മുതൽ 9:15 വരെ പ്രഭാഷണം നടത്തിയ, ഇന്ന് പ്രഭാഷണം നടത്തിയ വെഞ്ഞാറമൂട് ചെമ്പൂര് മുസ്ലിം ജമാഅത്ത്. ആ മുസ്ലിം ജമാഅത്തിൽ നിന്ന് കുടിയോട് പള്ളിയിലേക്ക് 9:30 പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ കൂടെ ദുആഇന് വേണ്ടി എന്റെ വാഹനത്തിന് പിന്നാലെ ഈ മജ്‌ലിസിലേക്ക് വന്നവർ ആ സമാപന ദുആ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സമാപന ദിവസമാണ് ഉസ്താദേ എന്ന് ചോദിച്ചിട്ട് വന്നവരാണ്. എന്തിനാണ് അവര് ഈ രണ്ട് വിഭാഗത്തിൽ സ്വതക്ക ചെയ്തവരാണ്. നമുക്ക് താല്പര്യപൂർവ്വം ഈ വിശുദ്ധമായ ഈ പള്ളിയെ ഇങ്ങനെ ആക്കിയെടുക്കുന്നതിന് വേണ്ടി നമുക്കതിനൊരു കാരണക്കാരൻ നമ്മുടെ നാട്ടിലുണ്ട്. ഫസലുദ്ദീൻ എന്ന സഹോദരൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഞാൻ പറഞ്ഞിരുന്ന സലാത്ത് കൊണ്ടില്ല. മഴ ചാറണമെങ്കിൽ ആരും ഉറക്കണ്ട, ദുആ സ്വീകരിക്കുന്നതിന് തെളിവാ. ഒരു സംശയം അക്കാര്യത്തിലല്ല. ഞാൻ പറഞ്ഞു തരുന്ന ആത്മാർത്ഥമായി ചിന്ത. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി സമാൻ. സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണയുള്ള നാഥാ, ഞങ്ങളുടെ സൃഷ്ടാവാര പടച്ചവനെ, മാതാവിന്റെ ഉദരത്തിനകത്ത് 10 മാസത്തോളം ഞങ്ങളെ സൂക്ഷിച്ച പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകം കാണാനുള്ള കഴിവ് തന്ന അല്ലാ, ഞങ്ങളുടെ പ്രായവും ആരോഗ്യവും അനുസരിച്ച് വളർത്തിയ പടച്ചവനെ, അല്ലാഹുവേ റഹ്മാനെ, ഓരോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചുരിഞ്ഞു തന്ന അല്ലാ, അറിവ് തന്ന അല്ലാ, അഴക് തന്ന അല്ലാ, അലിവ് തന്ന അല്ലാ, ഞങ്ങളോട് ഞങ്ങളുടെ മരണം വരെ നീ കരുണ കാണിക്കണേ അല്ലാ, കൃപ കാണിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഇഷ്ടപ്പെടണേ പടച്ചവനെ. അല്ലാഹു, ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അല്ലാ, നിന്നോട് നന്ദികേട് കാണിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസ് പടച്ചവനെ നീ ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ മജ്‌ലിസാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ഒരു സ്വലാത്തിന്റെ ഹർഫ് പോലും മുത്തുനബിയുടെ റൗളയിലെത്താതിരിക്കല്ലേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞാനിവിടെ സ്വർണം ചോദിച്ചപ്പോ സ്വതക്ക ചെയ്ത സഹോദരിമാരെ അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. സ്വർണം സ്വതക്ക ചെയ്ത സഹോദരനെയും അനുഗ്രഹിക്കണേ അല്ലാ. 1111 രൂപ എല്ലാ മജ്‌ലിസിന്റെയും ദുആഇന് വേണ്ടി ചോദിച്ചപ്പോ സ്വതക്ക ചെയ്തവരെ അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്നലെ വരെ ഈ ഈദിന്റെ മജ്‌ലിസില് അല്ലാഹുവേ ഞാൻ വർഷങ്ങളോളം മറന്നു പറഞ്ഞ് എന്റെ ജുമാ പ്രസംഗങ്ങൾ വരെ 6 കൊല്ലത്തോളം കേട്ട പാലോട് പള്ളിയുടെ പ്രവർത്തകര് പരിപാലകര് അല്ലാഹുവേ അവർ ഇത്രയോ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്. ഇവിടെയും വന്നു റഹ്മാനേ. ഇനി ഒരുപാട് ദൂരത്തേക്ക് യാത്ര പോകേണ്ട സഹോദരങ്ങള് അവരുടെ ആ മനസ്സിലുള്ള മുറാദ് നടത്തി കൊടുക്കണേ അല്ലാ. ഈ ദുആഇന് വേണ്ടി മാത്രമാണ് അവരിവിടെ വന്നതല്ല. അവരുടെ ഈ സാന്നിധ്യത്തിന് നീ അല്ലാഹുവേ നിന്റെ സ്വർഗം പകരം കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട നാസിമുദ്ദീൻ സാറിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഖബർ വിശാലമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ അനുഗ്രഹിക്കല്ല, മകനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ മകന്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ, ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ വിനീതന്റെ വാളുവേക്കാ ഇന്നലെയും എന്നുമായി ഞാൻ പോകുന്ന 2 മജ്‌ലിസിലും വന്ന അഴിക്കോടുള്ള കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. കുതിരീരാറെ മതിവരാറെ പാതിരാത്രിയിൽ ഉറക്കം പോലും മാറ്റിയിട്ട് ഈ വിനീതന്റെ മജ്‌ലിസുകളിൽ ഓരോ ദിവസവും വന്ന് ദുആയ്ക്ക് പങ്കെടുത്തിട്ട് പിരിഞ്ഞു പോകുന്നവര് അല്ലാഹു ഈ സദസ്സുകളിൽ വരുന്നതിന് പകരം അവരുടെ മനസ്സെന്താണോ നിന്നോട് പറയുന്നത് അത് നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ നടത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ തട്ടത്തുമല മുസ്ലിം ജമാഅത്തിൽ നിന്ന് വന്നവര് അല്ലാഹുവേ വാഴോട് നിന്ന് വന്ന സഹോദരങ്ങള് അവരെ മുഴുവനും അനുഗ്രഹിക്കണേ അല്ലാ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങള് ഇതിനോട് താല്പര്യം കാണിച്ച് സുറക്ക ചെയ്തവരവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഈ പള്ളിയിലെ ഉസ്താദിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഈമാ സലാമത്താക്കണേ അല്ലാ. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. ആയുസ്സ് കൊടുക്കണേ അല്ലാ. ധൈര്യസമേതം ഈ വിശുദ്ധമായ പള്ളികൾക്ക് വേണ്ടി ദീന്റെ കൊടി പിടിക്കാനുള്ള ഭാഗ്യം ആ പണ്ഡിതനും ഞങ്ങൾക്കും തരണമേ അല്ലാ. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്, അവർ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സ്റ്റേജിൽ ഒരുപാട് ആലിമീങ്ങളുണ്ടല്ല, ധാരാളം നിന്റെ പള്ളിക്ക് വേണ്ടി സ്വതക്ക ചെയ്തവരുണ്ടല്ല. നിന്റെ പള്ളിക്ക് വസ്തു കൊടുത്ത സിറാജുദ്ദീൻ എന്ന സഹോദരനെയും കുടുംബത്തെയും അനുഗ്രഹിക്കല്ല. അല്ലാഹുവേ നിന്റെ പള്ളി ഇതുപോലെ ഭംഗിയാക്കാൻ വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ഈ നാട്ടിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവരുടെ സഹായത്തിന്റെ പേരില് ഈ പള്ളി പണിയാൻ ഭാഗ്യം തന്ന ഫസലുദ്ദീൻ എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ല. ആ സഹോദരന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ല. ആ സഹോദരൻ ഉംറ ചെയ്തത് പൂർണ്ണമായും സ്വീകരിക്കില്ല. അല്ലാഹുവേ പടച്ചവന് ആ വിദേശ രാജ്യത്ത് നിന്ന് അറേബ്യൻ രാജ്യത്തിൽ നിന്ന് ഈ പള്ളിക്ക് വേണ്ടി സമ്പത്ത് കൊടുത്ത ആ സഹോദരിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കല്ല. അർഹമായ പ്രതിഫലം കൊടുല്ല. ഈ സദസ്സിന്റെ ബറക്കത്ത് അനുഭവിക്കാൻ ആസ്വദിക്കാൻ അവർക്കും കുടുംബത്തിനും ഭാഗ്യം കൊടുല്ല. അല്ലാഹുവേ ആദ്യത്തെ ദിവസം 7 മണിക്ക് തുടങ്ങിയപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 9:30 തുടങ്ങിയപ്പോഴും ഈ മജ്‌ലിസിനോട് താല്പര്യം കാണിച്ച് ഈ പരിസരങ്ങളിൽ നിന്നെല്ലാം വന്നുകൂടിയ സഹോദരങ്ങളെ സഹോദരിമാരെ അനുഗ്രഹിക്കണേ അല്ല, അനുഗ്രഹിക്കണേ അല്ല. ഇവിടുന്ന് ലേലം ചെയ്ത് സ്ഥിരപ്പെടുത്തിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നവരെ അനുഗ്രഹിക്കല്ല. അവർക്കതിന്റെ പ്രതിഫലം പൂർണ്ണമായും കൊടുക്കണേ അല്ല. അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി സന്തൂക്ക് വാങ്ങിക്കൊടുത്ത ശംസുദ്ദീൻ എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ ഇന്നലെ ഫാൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞവര് അവർക്കതിന്റെ പൈസ എത്രയും പെട്ടെന്ന് ഈ പള്ളിക്ക് കൊടുക്കാനുള്ള ഭാഗ്യം കൊടുല്ല. അല്ലാഹുവേ കരുണാമയനായ റബ്ബ് എന്റെ ഇന്നലെ വരെയുള്ള മജ്‌ലിസിൽ സ്വർണം ചോദിച്ചപ്പോ തന്നവര് 1111 രൂപ തന്നവര് അവരെ നിരാശപ്പെടുത്തല്ലേ അല്ല, അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ല, അവരെ പട്ടിണിയാക്കല്ലേ അല്ല, അവരിൽ പലരുടെയും ആഗ്രഹങ്ങൾ നടത്തിക്കൊടുത്തേ അല്ല. ഇനിയും ഒരുപാട് ബാക്കിയാണല്ല, നീ നിറവേറ്റി കൊടുക്കണേ അല്ല, നിറവേറ്റി കൊടുക്കണേ അല്ല. 2 മജ്‌ലിസിൽ വാള് പറയാനുള്ള ആരോഗ്യമില്ല റബ്ബേ, അറിവില്ല റബ്ബേ, കഴിവില്ല റബ്ബേ. നിന്റെ ഔലിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ
മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാരുടെ പുണ്യം കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കഴിഞ്ഞു പോകുന്നുവല്ല. ഞങ്ങളുടെ സദസ്സുകളെ നീ ഇഷ്ടപ്പെടണേ അല്ല. ഈ വിനീതന്റെ ഉസ്താദായ അൻവർ ഉസ്താദിനെ അനുഗ്രഹിക്കല്ല, ഹൈസുകൊടല്ല. കുടുംബസമേതം ഹജ്ജിന് പോകുന്നു മഖബൂലും മബ്റൂറുമായി ആ ബഹുമാനപ്പെട്ടവർക്കത് നിർവഹിക്കാനുള്ള തൗഫീഖ് കൊടല്ല. ഒന്നുമല്ലാത്ത ഞങ്ങളെ പഠിപ്പിച്ചവരാണല്ല. അല്ലാഹുവേ അറിവ് പറഞ്ഞു തന്ന ഉസ്താദുമാരെ ഒരാളെയും നീ നിരാശരാക്കല്ലേ അല്ല. ഞങ്ങൾ പഠിച്ചപ്പോ അല്ലാഹുവേ തൊളിക്കുളി സംഭ്രമം മുസ്ലിം ജമാഅത്തിനകത്ത് ഈ വിനീതം പഠിക്കുമ്പോ 6 കൊല്ലത്തോളം അവിടെ പഠിച്ച ഈ വിനീതന് ഭക്ഷണം തന്ന ഉമ്മമാര്, വസ്ത്രം തന്നവര്, പേന തന്നവര്, പുസ്തകം തന്നവരല്ല, സ്നേഹത്തോടെ പുഞ്ചിരി പോലും തന്നവരുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കണേ അല്ല. ആ മഹല്ലിനെ വളർത്തണേ അല്ല. അതൊക്കെ ഞങ്ങളുടെ വേരൂറുന്ന സ്ഥലങ്ങളാണല്ല. അവിടെ നിന്റെ പ്രത്യേകമായ പുണ്യം ചൊരിയണേ റബ്ബേ, നീ ചൊരിയണേ അല്ല. അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല. പടച്ചവനെ ഈ മഹല്ലിനെ വളർത്തണേ അല്ല. തമ്മിലടിക്കുന്നവരാക്കല്ലേ അല്ല. അധികാര കസേരകൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്നവരാക്കല്ലേ അല്ല. ഈ പള്ളിയെ സൂക്ഷ്മതയോടെ പോറ്റാനുള്ള തൗഫീഖ് പരിപാലകർക്ക് കൊടുക്കണേ അല്ല. അല്ലാഹുവേ പടച്ചവന് അവർക്ക് നിന്റെ പൊരുത്തത്തോടെ പരിപാലനം നടത്താനുള്ള ഭാഗ്യം കൊടുല്ല. അല്ലാഹുവേ ഈ പരിസര വീടുകളിലുള്ളവരെ അനുഗ്രഹിക്കല്ല. അവരാണ് ഈ പള്ളിയുടെ മുതൽക്കൂട്ടല്ല. ഈ പള്ളിയെ മൃഗപ്പെടുത്തിയ സഹായങ്ങൾ എന്താവശ്യമുണ്ടെങ്കിലും ചെയ്യാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ല. അല്ലാഹുവേ ഞാൻ 6 കൊല്ലത്തോളം ജോലി ചെയ്ത പാലോട് പള്ളി അനുഗ്രഹിക്കല്ല. അല്ലാഹുവേ പടച്ചവനെ അവിടെയുള്ള നാട്ടുകാരെ അനുഗ്രഹിക്കല്ല. തട്ടത്തുമലയിൽ ഈ വിനീതൻ പറയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ എന്ത് പറഞ്ഞാലും അതേപോലെ കേട്ടിട്ട് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ആ മഹല്ല നിബാധികളാണ് ഒരുപാട് പേരുണ്ട്. പാവപ്പെട്ടവരാണ്. നിന്റെ അനുഗ്രഹം ചൊരിയല്ല, നിന്റെ അനുഗ്രഹം ചൊരിയണേ അല്ല. അല്ലാഹുവേ ഈ വിനീതന്റെ ഈ പരിസരങ്ങളിലുള്ള എല്ലാ മജ്‌ലിസിലും വന്ന വാടോടുള്ള ചെറുപ്പക്കാരല്ലാഹു ഈ പരിസരങ്ങളിലുള്ളവര് അവരെ മുഴുവനും അനുഗ്രഹിക്കല്ല. ഈ മജ്‌ലിസ് അവർക്കൊരു വലിയ നേട്ടമാക്കണേ അല്ല. അല്ലാഹുവേ നിങ്ങൾ ഖബറിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ ആ ഖബറിനെ മറക്കുന്നവരാക്കല്ലേ അല്ല. നിങ്ങളുടെ പൊന്നാര മക്കള് ഞങ്ങളുടെ ഖബറിലേക്ക് കാർക്കിച്ചു തുപ്പല്ലേ അല്ല. ആ പൊന്നാര മക്കളുടെ ദുആ ഞങ്ങൾക്ക് തരണമേ അല്ല, തരണമേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ മരണം വല്ലാത്തൊരവസ്ഥയിലാക്കല്ലേ അല്ല. പടച്ചവനെ തിരിച്ചറിയാത്ത മയ്യത്താക്കി ഞങ്ങളുടെ മയ്യത്തിനെ മാറ്റല്ലേ അല്ല. കണ്ടാലറയ്ക്കുന്ന വെറുക്കുന്ന മുഖമുള്ള മയ്യത്താക്കി ഈ പാവപ്പെട്ട ഞങ്ങളുടെ മയ്യത്ത് മാറ്റല്ലേ അല്ല. അല്ലാഹുവേ കിടന്ന കിടപ്പിൽ കിടന്ന മൂത്രത്തെ കാട്ടിച്ച് അവസാനം അല്ലാഹുവേ ഒന്ന് തുപ്പണമെങ്കിൽ ഒരുപാട് പേരുടെ സഹായം ചോദിക്കുന്ന അവസ്ഥ വരെ എത്തേണ്ടി വന്നാൽ ഞങ്ങളുടെ മക്കള് ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. ഞങ്ങള് മരിക്കാൻ ഞങ്ങളുടെ മക്കള് ദുആ ചെയ്യല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ കൈകൊണ്ട് വിഷം കുടിച്ച് മരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ആരോഗ്യം നശിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഒരാൾക്കും നിങ്ങളുടെ ജീവിതം നീ ഒരു ഭാരമാക്കല്ലേ അല്ലാ. ഒരാൾക്കും നിങ്ങളുടെ ജീവിതം നീ ഒരു ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ, പ്രയാസമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ കരുണാമയനായ റബ്ബേ റമളാനിന്റെ ശാപം തരല്ലേ അല്ലാ, റമളാനിന്റെ കോപം തരല്ലേ അല്ലാ. ആ റമളാനിന്റെ പുണ്യം അനുഭവിക്കാനുള്ള കഴിവ് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് തരണമേ അല്ലാ. നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യം തരണേ അല്ലാ. ആ റമളാനിന്റെ തലേ ദിവസം വരെ നല്ല ആരോഗ്യം തന്നിട്ട് ആ റമളാൻ മുഴുവനും ഞങ്ങളെ ആശുപത്രിയിലാക്കല്ലേ അല്ലാ, ആശുപത്രിയിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മരണത്തിന്റെ സമയം ഞങ്ങൾക്ക് കലിമ പറയാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഇത്രയും കാലം മുസ്ലിമായി ജീവിച്ചു, നിന്റെ പള്ളിക്കും നിന്റെ ദീനിനും വേണ്ടി പ്രവർത്തിച്ചു. അവസാനം മരണപ്പെടുമ്പോ കാഫിറായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ വ്യഭിചാരിണിയായി മരിപ്പിക്കല്ലേ
മരിക്കല്ലേ അല്ലാ, കള്ളുകുടിയന്മാരായി മരിപ്പിക്കല്ലേ അല്ലാ, തിയേറ്ററിന്റെ അകത്തളങ്ങളിൽ കിടന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഈ സമുദായത്തിന്റെ മക്കളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈമാനില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ അല്ലാ. ഖാബുദൽ അർവാഹ് മലക്കസലായിൽ വരുമ്പോ ഞങ്ങളെ ഭയപ്പെടുത്തല്ലേ അല്ലാ. ആ കലിമ പറയാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് മാരകമായ രോഗം കൊടുക്കല്ലേ അല്ലാ. വടക്കാഞ്ചേരിയിൽ പ്രഭാഷണത്തിന് പോയപ്പോ 5 വയസ്സുവരെ ഒരു കുഴപ്പവുമില്ലാതിരുന്ന 2 മക്കള്, അവർക്ക് നടക്കാൻ കഴിയണില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയണില്ല, വായിൽ നിന്ന് പത വന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി ഉമ്മായെന്ന് മാത്രം വിളിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പോലെ ഞങ്ങളുടെ മക്കളെ നട്ടല്ലേ അല്ലാഹുവേ. ആ മക്കൾക്ക് കൊടുത്ത പോലെ രോഗം ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് തരല്ലേ അല്ലോ. ആ മക്കൾക്ക് ഹിദായത്ത് കൊടുല്ല, രോഗശാന്തി കൊടുല്ല. ഞങ്ങളുടെ പൊന്നാര മക്കൾ പറക്ക വെട്ടുന്നതിന് മുമ്പ് യത്തീമാക്കല്ലേ അല്ലോ. വാപ്പാന്ന് വിളിക്കുമ്പോ ആ വിളി കേൾക്കുന്ന ഞങ്ങളെ കബറിലാക്കല്ലേ അല്ലോ. കളിപ്പാട്ടം ചോദിക്കുന്ന വാപ്പ ഞങ്ങളെ കബറിലാക്കല്ലേ അല്ലോ. അല്ലാഹുവേ, സ്നേഹിച്ചു കൊതിരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് മാരകമായ രോഗം നീ കൊടുക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് ചെമ്പൂര് വാന്ന് പറഞ്ഞപ്പോ പടച്ചവനെ ഒരു കുഞ്ഞുമോന്റെ ആ രോഗശാന്തിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ആ മോന്റെ രോഗശാന്തിക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. രോഗം മാറ്റിക്കൊടല്ല പടച്ചവനെ, ഞങ്ങൾക്ക് നീ അല്ലാതെ ചോദിക്കാൻ ആരുമില്ല റബ്ബേ. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് തിരിച്ചു കിട്ടാത്ത ജീവനുള്ള രോഗിയായി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് മാരകമായ രോഗം കൊടുക്കല്ലേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി പരിശ്രമിച്ച ഒരുപാട് പേര്, ഈ നാട്ടിലുള്ളവർ, ഇവിടെ 23-ാം തീയതി ഗൾഫിലേക്ക് പോകുന്നവര്, അല്ലാഹുവേ പടച്ചവനെ, അവർക്കൊക്കെ രോഗം വന്നാൽ അവിടുത്തെ ചികിത്സയും മരുന്നും പറ്റില്ല റബ്ബേ. അങ്ങനെ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സുഹൃത്തുക്കള് പലരും വിദേശ രാജ്യങ്ങളിൽ കിടന്ന് രക്തം കുടിക്കുന്നുണ്ടല്ലോ. അവരെ കഷ്ടപ്പെടുത്തല്ലേ അല്ലോ, അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലോ. ഈ ഭാര്യമാരുടെയും മക്കളുടെയും കണ്ണുനീര് തോരാ അവര് വേറൊരു വീട്ടിൽ പോയി കൈനീട്ടി യാചിക്കാതിരിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ നീ സഹായിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അവരുടെ ജോലിയിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിലെപ്പോഴാ സന്തൂക്ക് വരുന്നത്, ഞങ്ങളുടെ മക്കൾ എപ്പോഴാ കരയുന്നത്, ഞങ്ങളുടെ കണ്ണെപ്പോഴാ തിരിഞ്ഞടയ്ക്കുന്നത്, ഞങ്ങളെ പേരെപ്പോഴാ വിളിച്ചു പറയുന്നത്, ഞങ്ങളെ എപ്പോഴാ പൊതിയുന്നത് ഞങ്ങൾക്കറിയൂല അല്ലാ. കരയാതെ പുഞ്ചിരിയോടെ ഖബറിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് നിലവിളിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് താ അല്ലാ, ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് താ അല്ലാ, ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് താ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പെൺമക്കൾ കാരണമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത നാണക്കേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ. ഈ മഹല്ലിനെ വളർത്തണേ അല്ലാ, ഇതിനെ ഉയർത്തണേ അല്ലാ. എത്ര ദൂരെ നിന്ന് ആരൊക്കെ ഈ ശബ്ദം കേൾക്കാൻ ഇവിടെ വന്നോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ഭ്രാന്ത് പിടിച്ച് ചങ്ങലക്കിടുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ആരെയും തിരിച്ചറിയാതെ എന്തെങ്കിലും പുലമ്പ് കണ്ട് കല്ല് പറക്കിയെറിയുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ. ഈ വാപ്പയൊന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് ഞങ്ങളുടെ മക്കള് പറയുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ
ഭാര്യമാര് ഞങ്ങളെ വെറുക്കുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾ പാവപ്പെട്ടവരാണ് റബ്ബേ. ഞങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടാൻ ഞങ്ങളുടെ ഭാര്യമാർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഗൾഫിൽ പോകുന്ന സഹോദരങ്ങൾ കഷ്ടപ്പാട് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ അവരുടെ ഭാര്യമാരെ വ്യഭിചാരിണികളാക്കല്ലേ അല്ലാ. മക്കളെ വഴിതെറ്റിയവരാക്കല്ലേ അല്ലാ. സൗണ്ട്സിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. ഹിദായത്ത് കൊടല്ലാ. അല്ലാഹുവേ, ആ പ്രസ്ഥാനത്തെയും അവരുടെ പ്രവർത്തനത്തെയും നീ വളർത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിലുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിക സംഘടനകളെയും ഉയർത്തണേ അല്ലാ. അടച്ചവനെ, ഞങ്ങൾക്ക് റമളാനിന്റെ ഗുരുത്വത്തോടെ മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. നല്ല മാസത്തിൽ, നല്ല ദിവസത്തിൽ, നല്ല സമയത്ത് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആരും അറിയാതെ, ആരും കാണാതെ ഏതെങ്കിലും ഓടയിൽ കിടന്ന് മരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. കന്യാകുളങ്ങര ചന്തയിൽ 4 ദിവസം കഴിഞ്ഞിട്ട് മരണപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞ ഒരു മനുഷ്യനെ തിരിച്ചറിഞ്ഞു അല്ലാ. അതുപോലെ ഞങ്ങളുടെ ദിവസങ്ങളോളം ആരും അറിയാതെ മയ്യത്തായി ഉറുമ്പരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യാനുള്ള വിധി തരല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്ത് വെട്ടിക്കീറുന്ന അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ദിവസങ്ങളോളം മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന അവസ്ഥയിൽ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് കാണാൻ വരുന്നവര് മൂക്കുപൊത്തിയിട്ട് വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. തരല്ലേ അല്ലാ. നിങ്ങളുടെ മയ്യത്തിനെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിസരങ്ങളിൽ കഴിയുന്നവരെ മുഴുവനും നീ അനുഗ്രഹിക്കല്ല. ഈ പള്ളിയുടെ ബറക്കത്ത് കൊടല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, എല്ലാ മജ്ലിസിന്റെയും സമാപന ദുആഇന് വേണ്ടിയിട്ട് സ്വർണവും 1111 രൂപയും സദഖ ചെയ്ത മുഴുവൻ പേരെയും അനുഗ്രഹിക്കല്ല. സല്ലി അലൻ നബി മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. മുത്തൊളി നബിയേ മർഹബ പാടാം കണിയേ മധുകൾ നിധിയേ കൽവിലെ പൂന്തേക്കനിയേ കൽവിലെ പൂന്തേക്കനിയേ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. പുണ്യ ശഅബാനിന്റെ രാവിൽ ഓതും ശറഫായ പുണ്യം നിന്റെ മുന്നിൽ ഓടിടാമേ. ശോഭകൾ ഏറ്റിടണേ നീ, ശോഭകൾ ഏറ്റിടണേ നീ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. റൗളതൻ ശറഫായ പൂവേ നിന്റെ യാള തേനിലാവേ ആ നിലാവ് കാണുവാനായി ആശയേറെ യാ പുരാനേ ആശയേറെ യാ റഹീമേ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും,
الأنبياء والمرسلين الحمد لله رب العالمين. എല്ലാവരും ഈ വിനീതന്റെ ആരോഗ്യത്തിനും നല്ല ശബ്ദത്തിനും എനിക്കും കുടുംബത്തിനും നമുക്കെല്ലാം ഈമാനോടെ മരിക്കാനും എപ്പോഴും ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. നാളെ ഈ മജ്‌ലിസിൽ 7 മണി മുതൽ തന്നെ 9 മണിക്കല്ല 7 മണി മുതൽ തന്നെ ബഹുമാനപ്പെട്ട തട്ടത്തുമല യതീംഖാനയുടെ ആ യതീം മക്കളും അവരുടെ ഉസ്താദായ പാലുള്ളി അബ്ദുൽ ഹമീദ് മൗലവി നടത്തുന്ന ദുആ മജ്‌ലിസ് ഉണ്ടാവും. എല്ലാവരും പൂർണ്ണമായും ഇതേപോലെ തന്നെ സഹകരിക്കുക, ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.